നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? നന്ദ, നിന്നെ മാത്രം സ്വപ്നം കണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണാ മീര. ജീവിതകാലം മുഴുവൻ അവള് സ്വപ്നം കണ്ട് കഴിയേണ്ടി വരും. എന്റെ സ്വപ്നവും ജീവിതവും എല്ലാം ദേ ഈ നിൽക്കുന്ന ദേവിയിലാണ്. വെറുതെ പാഴ്ക്കിനാവുകളുടെ പുറകെ പോയി ജീവിതം ഹോമിക്കണ്ടെന്ന് മീരയോട് പറയാമേ. നന്ദാ, നീ വേണ്ട, കുറെ കേട്ടതല്ലേ. എനിക്കിതിരി ജോലിയുണ്ട്. ദേവിക, നീ എങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എന്താ ആന്റി? എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കരുത്. മീരമോൾ ഇതൊക്കെ അറിയുമ്പോ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന്. ഒരു മിനിറ്റ് ആന്റി. അച്ഛൻ പറയുന്നതനുസരിക്കുന്ന നല്ല ഭാര്യയല്ലേ ആന്റി? നിനക്കെന്താ സംശയം? ചില കാര്യങ്ങളില് എനിക്ക് എന്റേതായ ശരികളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പൊ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. എന്നാ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്ത് ശരികളുണ്ടെങ്കിലും തീരുമാനം എന്റെ ഭർത്താവിന്റെ ശരികൾക്കൊപ്പോ. ആ ഭർത്താവ് ആന്റിയുടെ നന്ദൻമുൻ പറയുന്ന ശരികൾ തന്നെയാ എന്റേതും. മീരയല്ല എനിക്ക് പ്രധാനം. ഈ താലി കെട്ടിയ എന്റെ ഭർത്താവാ. മുരളേട്ടാ, ഒറ്റ വലിക്കാൻ കുടിച്ചേ. എന്താ ഇത്? ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് നീരാ. ആ, നന്ദൻ വരുന്നുണ്ടല്ലോ. ഇതെന്താ ഗൗരി, സ്മോൾ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ പൊന്നടാവേ, ഇത്തിരി ഇഞ്ചി നീരാ. ഗ്യാസ് കയറി അങ്ങ് വിലങ്ങി. എടാ, നിനക്കൊന്നും എക്സർസൈസ് ഇല്ലാത്തതിന്റെ കുഴപ്പം. നിനക്കെന്നെ പോലെ രാവിലെ വൈകിട്ടും കുറച്ച് നടന്നാലെന്താ? നിങ്ങൾ മുതലാളിമാർക്കേ ഒരു പ്രത്യേക രീതിയാ. ദേഹമൊന്നും അനങ്ങാതെ തടിയങ്ങ് കൂടും. പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി ഓട്ടവും ചാട്ടവും യോഗയും. ഓ പിന്നെ എടാ, ഞാനേ ശരിക്കും അധ്വാനിക്കുന്നവനാ. ദിവസം 2 പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരുന്നില്ലേ? അത് തന്നെ ഒരു അധ്വാനമല്ലേ? അതിലും വലിയ അധ്വാനം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതെന്ത് അധ്വാനം? അല്ല, ദേവികയും നന്ദനും ഭാര്യയും ഭർത്താവുമാണെന്ന് മീര അറിയാതിരിക്കാനുള്ള അധ്വാനം, അമ്മയുടെ മനസ്സ് മാറ്റാനുള്ള അധ്വാനം, പിന്നെ ദേവികയെ സമാധാനിപ്പിക്കണം. ഇതിനിടയിൽ രജനി ചേച്ചിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അത് നീ പറഞ്ഞത് കറക്റ്റാ ഗൗരി. നന്നായിട്ട് വിയർക്കുന്ന പണിയാ. വേറെ ഒരു വ്യായാമവും വേണ്ട. നിങ്ങൾ പറഞ്ഞ രീതി വെച്ചിട്ടാണെങ്കിൽ വീട്ടിലെ വിയർക്കല് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാനും ദേവിയും കാറി പോകുന്ന മീര കണ്ടു. സാധാരണഗതിയില് വലിയ പൊട്ടിത്തെറി ഉണ്ടാവേണ്ടത്. പക്ഷെ മീര അതങ്ങ് പോസിറ്റീവായി എടുത്തു. ഈ കൊടുങ്കാറ്റിന് മുമ്പൊരു ശാന്തത ഉണ്ടാവുമെന്ന് പറയുമല്ലോ. ഇനി അങ്ങനെയുള്ള ശാന്തതയാണോ ഇത്? അല്ല, അല്ലാതെ പിന്നെ ഒരാൾക്ക് ഇത്രയും വലിയ മാറ്റം വരും? എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ സംശയിക്കൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ മാറി വരികയായിരിക്കും. നന്ദ സമാധാനായിട്ടിരിക്കും. എല്ലാം ശരിയാവാൻ പോവെന്നാ എന്റെ മനസ്സ് പറയുന്നത്.